ക്രിസ്തീയ വിശ്വാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ് എന്ന്, അതായത് ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തമിഴിൽ വായിക്കുമ്പോഴുണ്ട് ഇന്ത നമ്മക്കം എന്നാണ്. അപ്പോൾ നമ്മളെ രക്ഷിച്ച പ്രത്യാശ എന്താണ്? നമ്മളെ രക്ഷിച്ച പ്രത്യാശ അത് ഇതേ വാക്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, നാം അവനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകിയാൽ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തേജസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഭാഗമാണ് രോഗങ്ങൾ മാറുന്നതും സൗഖ്യം ലഭിക്കുന്നതും അല്ലെങ്കിൽ ജോലി കിട്ടുന്നതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ന് ഞാൻ മരിച്ചാലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമെന്നുള്ള ആ പ്രത്യാശയുടെ ഉറപ്പാണ്. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യം പ്രത്യാശയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മളൊരാളോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര % ഉറപ്പ്? 100% ഉറപ്പുണ്ടോ? വലിയ പാടാണ്. എന്നാൽ നമ്മുടെ ഒരു ജനറേഷൻ മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഒരു ജനറേഷൻ മുമ്പ് അവർ ഭയങ്കര പ്രത്യാശയുടെ പാട്ടുകൾ പാടി എപ്പോഴും ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയെന്നൊക്കെ ട്രാക്റ്റ് എഴുതിക്കൊണ്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മേ ബി ഒരു 30-40 ഇയേഴ്സ് മുമ്പ് ഒരു ട്രാക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ, ആരെ കണ്ടാലും സുവിശേഷം പറയുന്നത് അത് ചോദിച്ചുകൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ആ ട്രാക്റ്റ് ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നായി എൻ്റെ ഒരു ചിന്ത. കാരണം ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ? ഈ ചോദ്യം ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷാകരമായ ദൈവകൃപയിലേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ അനുദിന ജീവിതമെന്ന ഉപജീവനമെന്ന സാമാന്യ കൃപകളിലേക്ക് നോക്കുന്നുള്ളതാണ്. അതായത് പ്രാർത്ഥനയും ഉപവാസവും സകലതും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സ്പിരിച്വാലിറ്റിയും ഫോക്കസ് ചെയ്യുന്നത് അനുദിനം നമുക്ക് ലഭിക്കുന്ന ദൈവകൃപയെക്കുറിച്ച്. അതായത് ഫോർ എക്സാമ്പിൾ സാമാന്യ കൃപകൾ എന്ന് പറയും. അതിനർത്ഥം രക്ഷയുമായി ബന്ധമില്ലാത്ത കൃപകൾ. ഈ ബന്ധമില്ലാത്ത കൃപകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് നല്ലൊരു ജോലി കിട്ടി, രക്ഷയുമായിട്ട് ബന്ധമില്ല. എൻ്റെ വയറുവേദന മാറി, രക്ഷയുമായിട്ട് ബന്ധമില്ല. നല്ല കൃപയാണ്, നല്ല കാര്യമാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ രക്ഷയുമായിട്ട് ബന്ധമില്ല. കല്യാണം നടക്കാതിരുന്ന് കല്യാണം നടന്നു, നല്ല കാര്യമാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ രക്ഷയുമായിട്ട് ബന്ധമില്ല. അപ്പോൾ രക്ഷയുമായിട്ട് ബന്ധമില്ലാത്ത കൃപകളെയാണ് നമ്മൾ സാമാന്യ കൃപ എന്ന് പറയുന്നത്. ഇത് ലോകത്തിൽ പണക്കാർക്ക് വിശ്വാസം ഇല്ലാത്തവർക്കും ഉണ്ട്. അനേകം വിശ്വാസം ഇല്ലാത്തവർക്കും എന്തുണ്ട്? ഈ രക്ഷയുമായി ബന്ധമില്ലാത്ത ദൈവകൃപയുണ്ട്. നമ്മളെക്കാൾ ധനവാന്മാരുണ്ട്, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരുണ്ട്, ഇല്ലേ, നമ്മളെക്കാൾ സമാധാനമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു കൃപയിലേക്ക് നമ്മുടെ മുഴുവൻ ഫോക്കസും പോയതോടുകൂടി പ്രവാചകന്മാരും ആ വഴിക്ക് തിരിഞ്ഞു, പ്രസംഗകരും ഈ വഴിക്ക് തിരിഞ്ഞു, മൊത്തത്തോടെ ഈ വഴിക്ക് തിരിഞ്ഞോടുകൂടി ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളങ്ങ് മാറ്റിവെച്ചു. ഈ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾ കർത്താവിൻ്റെ ക്രൂശിൽ ക്ഷമിക്കപ്പെട്ടെന്നും ഞാൻ അവൻ്റെ രാജ്യത്തിന് നിത്യരാജ്യത്തിന് അവകാശിയാണെന്നും ഞാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ മകനാണെന്നും ഞാൻ അവിടെ അവൻ്റെ മുഖം കാണുമെന്നും നമ്മൾ കൺഫസ് ചെയ്യുന്നത് ഇത് ഒരു പ്രത്യേക സ്ഥലത്തല്ല, ലോകം മുഴുവൻ സഭകളിൽ ഈ ഒരു രക്ഷയുടെ ദൈവകൃപയുടെ വിനിമയം ഇല്ലാതായി പോയിരിക്കുന്നുള്ളതാണ് ഈ അന്ത്യകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം നമുക്കൊരു ഉറപ്പില്ലാതെ നമ്മൾ എങ്ങനെ സമാധാനം രാത്രി കിടന്നുറങ്ങും. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, രാത്രി കിടന്നുറങ്ങി എങ്ങാനൊരു ശ്വാസം നിന്ന് പോയാൽ, ഒരു കൂർക്കമ്പലിയെ കണ്ടാൽ തന്നെ പേടിയാവും. അത് ഒരു പ്രാവശ്യം നിന്ന് പോയി കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ അറിയാൻ വയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് കിടന്നുറങ്ങുക. ഞാൻ അല്ലെങ്കിൽ എന്ത് സമാധാനത്തിലാണ് കിടന്നുറങ്ങുന്നത്? വിൽ യു ഗോ ടു ഹെവൻ? സ്വർഗത്തിൽ പോകുമോ? ഇവിടെ പറയുകയാണ്, ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം അവൻ ഇരിക്കുന്നത് പോലെ തന്നെ അവനെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പം വിശ്വാസം എന്നത് മോഹിക്കുന്നതിൻ്റെ ഉറപ്പല്ല, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. പക്ഷെ നമ്മളിപ്പം ഒത്തിരി മോഹങ്ങൾക്കകത്താണ് ഇരിക്കുന്നത്. ആ മോഹങ്ങളെല്ലാം നടക്കും എന്നുള്ള വിശ്വാസമാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ മുറുകെ പിടിക്കേണ്ട വിശ്വാസം, കർത്താവ് തന്നൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു ഫെയ്ത്തായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ വിശ്വാസികളെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ഫെയ്ത്ത്, അതായത് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറയുന്ന ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫ് വേറെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇവിടെ അല്ല,
നമ്മളിപ്പം മരിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, നമ്മൾ കർത്താവിൻ്റെ അടുത്തായിരിക്കും എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തെ വിട്ടുകളയാൻ പറ്റുള്ളൂ. കാരണം ഈ ലോകത്തെ വിട്ടുകളയാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ആ ലോകത്തെ പിടിച്ചു എന്നുള്ള ഉറപ്പുണ്ടാകണം. ഇപ്പം നമ്മളിപ്പോഴും പറയില്ല, പണ്ട് പൂർവികർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഇപ്പോൾ അത്രയൊന്നും ഇല്ല എന്നൊക്കെ പറയാൻ കാരണം അതാണ്, നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ അതായിരുന്നു. നിങ്ങൾക്കറിയാമോ, 94 ഞാനിപ്പോൾ ഇത് പല സ്ഥലത്ത് പറഞ്ഞു, 94 ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തെരുവുകളിൽ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ എന്തൊക്കെയാണെന്നറിയോ? തെരുവുകളിൽ, ചർച്ചിലല്ല, വർഷിപ്പിനല്ല, തെരുവുകളിൽ കേട്ടുകൊണ്ടിരുന്ന പാട്ട്, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഓർമ്മയുണ്ടോ? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. എല്ലാം പ്രത്യാശഗാനങ്ങളായിരുന്നു. ഈ 94 ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പിന്നെ ഇന്നേ വരെ ഒരു പ്രത്യാശഗാനം ആരും എഴുതി ഞാൻ കണ്ടിട്ടില്ല. വേർ ഹാസ് ഇറ്റ് ഗോൺ? എവിടെ പോയി? നമ്മുടെ ഈ ആ കർത്താവിൻ്റെ അടുത്ത് ഞാൻ പോകും എന്നുള്ള ആ ഒരു ബലം എവിടെ പോയി? ഉറപ്പ് എവിടെ പോയി? ഇതെവിടെ കേൾക്കാനുണ്ട്? ഒരിടത്തും കേൾക്കാനുമില്ല. അത് നമ്മുടെ കുറ്റമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കാറ്റ് അസ്തമിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. അതായത് ആ ഒരു വേവ്, അന്ന് ഒത്തിരി പേര് യാക്കോബയിൽ നിന്നും കത്തോലിക്കുന്ന എല്ലാം വിശ്വാസം വരുമായിരുന്നു, വൻതോതിൽ വരുമായിരുന്നു. ഞങ്ങളൊക്കെ, ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് 16 പേരോളാണ് അന്ന് അവരുടെ ചർച്ചിൽ നിലകി പോകുന്നത്. കാരണം ഈ ഗോസ്പലിൻ്റെ പ്രീച്ചിങ്ങാണ് നിങ്ങളെ രക്ഷിക്കുന്ന. ഇപ്പം മരിച്ചു പോയാലും നമ്മൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്തായിരിക്കും എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു ഉറപ്പ്, ആ രക്ഷയുടെ നിശ്ചയം എന്ന് പറയും. അത് വിശ്വാസത്താൽ നമ്മൾ കാണുന്ന ആ കാഴ്ച നമ്മൾ മങ്ങി പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ തെളിഞ്ഞു വരും. ഓക്കെ, ആ തെളിഞ്ഞു വരുന്നതിനേക്ക് നമ്മുടെ മുഴുവൻ വിശ്വാസം അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഇത് വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവ് വരുമ്പോൾ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. അതും പറയണം. അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഇതാണ്: നാം ക്രിസ്തുവിനെ പോലെ ആകും, രൂപാന്തരപ്പെടും. അവൻ്റെ തേജസ് അവൻ നമുക്ക് തരും. കണ്ണിമയ്ക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ രൂപാന്തരപ്പെടും. മരിച്ചോർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ അവൻ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഞാൻ പോയിരിക്കും. അങ്ങനെ ധൈര്യമായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എന്തോ അഹങ്കാരം നോക്കാം, മനുഷ്യൻ ഇപ്പോൾ പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? കാരണം നമ്മുടെ ഈ ബൈബിളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ അനുസരിക്കാത്ത ഒത്തിരി കൽപ്പനകളുണ്ട്. യേശു കർത്താവിൻ്റെ അനേകം കൽപ്പനകൾ ഇപ്പോൾ അനുസരിക്കാതെ കിടക്കുക അല്ലേ? ഒത്തിരി കൽപ്പനകൾ അനുസരിച്ചില്ല. നിങ്ങളുടെ സ്വത്ത് വിറ്റ് ദരിദ്രർ കൊടുക്കുവിൻ, കണ്ണ് ചൂടുന്നിടത്ത് എറിഞ്ഞ് കളയുവിൻ, നിങ്ങളുടെ പുസ്തകം ആരെങ്കിലും എടുത്താൽ ബാഗ് കൂടെ കൊടുത്തു വിടുവിൻ, മൊബൈൽ ആരെങ്കിലും എടുത്താൽ ചാർജറൂടെ കൊടുത്തു വിടുവിൻ അല്ലേ? ഇങ്ങനെ കർത്താവ് പറഞ്ഞേക്കുന്ന കൽപ്പനകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ അനുസരിച്ചിട്ടില്ല. അതായത് പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു കൽപ്പനകൾ നോക്കി ഒന്നും അനുസരിച്ചായിട്ട് തോന്നുന്നില്ല. അപ്പം നമുക്ക് നമ്മളെ നോക്കി കഴിയുമ്പം പോകാൻ ഒരു സാധ്യതയില്ല എന്ന് നമ്മുടെ മൈൻഡിനോട് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് നമ്മളെ ദൈവം രക്ഷിക്കുന്നത് എന്നുള്ള രക്ഷയുടെ ആ സൂത്രവാക്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. സാൽവേഷൻ ഈസ് നോട്ട് ബൈ ദ വർക്ക്സ് ബട്ട് ബൈ ഫെയ്ത്ത് ഇൻ ദ ലോർഡ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കാം. 19-ാം വാക്യം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പൊ ന്യായപ്രമാണം തന്നെ പറയാണ്. നമ്മൾ ന്യായപ്രമാണം ബൈബിൾ എന്ന് വിചാരിച്ചോ? ഓക്കെ, നമ്മളെല്ലാവരും ഉപദേശിച്ചിട്ട് അവസാനം ബൈബിളുമായിട്ട് വന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ ബൈബിൾ നമ്മളോട് പറയുവാണ് നീതിമാൻ ആരുമില്ല. അപ്പം നീയും ഇല്ല. എന്തുകൊണ്ടില്ല? 1:29 മുതൽ പെട്ടെന്നൊന്ന് വായിക്കാവോ? 1:29 മുതൽ പാപങ്ങളുടെ ലിസ്റ്റാണ്. എനിക്ക് ഒരു നിമിഷം, പാപങ്ങളുടെ ലിസ്റ്റാണ്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കണേ. ഓക്കെ, വായിച്ചോ. അനീതിയും അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അത്യാഗ്രഹം ഉണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയോ? ഉണ്ടോ? മുമ്പോട്ട് പോട്ടെ, പൊയ്ക്കോട്ടെ. എല്ലാം വിശദീകരിക്കുന്നില്ല, പോട്ടെ. അസൂയ ഉണ്ടോ ആരുടെങ്കിലും? പോട്ടെ. കൊല കുറവാ? ഇല്ല, പോട്ടെ, അടുത്ത് പോട്ടെ. പിണക്കം ഉണ്ടോ? ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അടുത്തത് കപടം. ഓ, എത്ര നാളായി ബ്രദറെ കണ്ടിട്ട്. ചുമ്മാ പറയുന്നത്, അതിനെയാണ് കപടം എന്ന് പറയുന്നത്. അടുത്തത് ദുശീലം എന്നിവ തിങ്ങിയവർ. നോക്കിയോണേ, നിങ്ങളുടെ പേര് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചോണേ. അടുത്തത് കുരുളക്കാർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയ്പ് വെച്ചോണ്ടിരിക്കുന്നവർ. ഏഷണിക്കാർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആരോടും പറയരുത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഏഷണി. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെ കാര്യങ്ങൾ പറയുമല്ലോ. ഏഷണി ആരെങ്കിലും പറയാറുണ്ടോ? അടുത്തത് ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ. ഇത് നമ്മളാരുമല്ല. ഗമ കാണിക്കുന്നവർ, ആത്മപ്രശംസക്കാർ, തള്ളുന്നവർ. അടുത്തത്
പുതുദോഷം സങ്കല്പിക്കുന്നവർ, ആ. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ആ. ബുദ്ധിഹീനർ, ബുദ്ധിയില്ലാത്തവർ, നിയമലംഘികൾ, നിയമം ലംഘിക്കുന്നവർ. ഇവിടെ നിയമം ലംഘിച്ച പ്രശ്ന കേരളത്തിലോട്ട് വരുമ്പോഴാണ് നമ്മൾ നിയമലംഘികളാണോ അല്ലോ എന്ന് അറിയുന്നത്. അടുത്തത് വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ. അപ്പൊ അസൂയ ഇരിക്കുന്നവരെല്ലാം, പിണങ്ങിയിരിക്കുന്നവരെല്ലാം. അപ്പൊ ഇതെല്ലാം പ്രസംഗം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പം ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ പറയും അസൂയുള്ളവരെല്ലാം മരണയോഗ്യർ, അത്യാഗ്രഹമുള്ളവരെല്ലാം മരണയോഗ്യർ, എൻ്റെ കർത്താവെ ഞാനും പോയി. ഇതാണ് ഈ റോമർ 3:19-20 വായിച്ചേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ പ്രമാണം അനുസരിച്ചാൽ പിന്നെ നീതി എന്തുകൊണ്ടാണ് വരാത്തെ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രമാണമുള്ളത് കൊണ്ട് കോപ്പി അടിക്കുന്നില്ല. കാരണം കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് കോപ്പി അടിക്കാത്തത്. അവിടെ ഇൻവിജിലേറ്റർ ഇല്ലെങ്കിലോ? അപ്പോൾ ഒറിജിനൽ സ്വഭാവം എന്താ? കോപ്പി അടിക്കും. നിയമം ഉള്ളതുകൊണ്ട് അടിക്കുന്നില്ല. അപ്പം ന്യായപ്രമാണം കൊണ്ട് നീതി ഉണ്ടാകുന്നുണ്ട്, നീതിമാൻ ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ഇത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? ന്യായപ്രമാണം കൊണ്ട് നീതി ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും മര്യാദയ്ക്ക് ഒന്നിരിക്കുന്നത് കണ്ടില്ലേ? ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാണ്. പാസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, അതിലിതിൽ ഓടിപ്പാഞ്ഞ് നടക്കരുത്, കസേര അങ്ങോട്ട് മാറ്റരുത്. ഇപ്പം എല്ലാവരും അടങ്ങിയിരിക്കുക. കാരണം എന്താ? പ്രമാണം അവിടെ കൊടുത്തോണ്ടാണ്. പ്രമാണം ഇല്ലെങ്കിൽ എന്നായിരിക്കും അവസ്ഥ? അപ്പം നമ്മൾ ശരിക്കും നീതിമാന്മാരാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രമാണം മാറ്റിയിട്ട് നമ്മളെ തോന്നിയ പോലെ വിടണം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സ്വഭാവം വെളി വരും. ഇത്രയും നാൾ ഈ ന്യായപ്രമാണം നമ്മുടെ തലയിൽ വെച്ചിട്ടും നമ്മൾ ഒരൊറ്റ നീതിമാനെ പോലും ഈ ന്യായപ്രമാണം ഉണ്ടാക്കിയില്ല എന്നാണ് ഈ ബൈബിൾ പറയുന്നത്. നീതി ഒത്തിരി ഉണ്ടായി, പക്ഷെ ആരുണ്ടായില്ല? നീതിമാൻ ഉണ്ടായില്ല. നീതിമാൻ ഉണ്ടാകണമെങ്കിൽ പുറത്തുനിന്ന് ഒരു അനുസരണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അകത്തുനിന്ന് സ്വഭാവമായിട്ട് വരണം. അത് മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ വീണ്ടും ജനിക്കുമ്പോഴാണ് നമ്മളെ ദൈവം നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നമ്മുടെ ടൈമിൻ്റെ കാരണം. ഈ വിശ്വാസം, എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യനെ ദൈവം നീതീകരിക്കുന്നത്? നമുക്കതിന് റോമാലേഖനത്തിൽ എബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു? 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് ചാടി. ഓക്കെ, 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എബ്രഹാമിന്റെ ഫെയ്ത്ത് എന്തായിരുന്നു പറഞ്ഞിട്ട്, അവൻ ഏത് ഫെയ്ത്തിനാലാണ് നീതീകരിക്കപ്പെട്ടത് നമുക്ക് നോക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. ഓക്കെ, അപ്പോൾ എബ്രഹാമിന്റെ വിശ്വാസത്തിന് 2 ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, മറ്റൊന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നത്. ഇത് രണ്ടുമാണ് എബ്രഹാം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ എബ്രഹാമിന് കൊണ്ടുപോകാൻ പറ്റിയത്. ഇസ്ഹാക്കിനെ എടുത്തുകൊണ്ട് എബ്രഹാം പോകുമ്പോൾ എബ്രഹാമിൻ്റെ മനസ്സിലൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് വിശ്വാസം. ഇതാണ്, ഇവ മരിച്ചാലും വാഗ്ദത്തം ഉള്ളതുകൊണ്ട്. എന്താ വാഗ്ദത്തം? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. ഈ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് അവനറിയാം ദൈവം ആ വാഗ്ദത്തം എന്തായാലും പാലിക്കും. അത് ഇസ്ഹാക്ക് മരിച്ചാൽ പുനരുത്ഥാനത്തിലൂടെ ആണെങ്കിലും തിരിച്ചു തന്നായാലും പാലിക്കും. ഇനി അഥവാ ഇസ്ഹാക്ക് പുനരുത്ഥാനത്തിലൂടെ വരുന്നില്ലെങ്കിൽ ഇല്ലാത്തടത്ത് നിന്ന് എനിക്ക് മക്കളെ ഉണ്ടാക്കി തരാൻ കഴിയുന്നൊരു ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്തത്? യാഗമർപ്പിക്കാൻ പോയത്. ആ ഫെയ്ത്ത് ഉള്ളതുകൊണ്ടാണ് എബ്രഹാമിന് യാഗമർപ്പിക്കാൻ പറ്റിയത്. ആ ഫെയ്ത്ത് ഇല്ലായിരുന്നുവെങ്കിൽ എബ്രഹാമിനെ യാഗം കഴിക്കാൻ ആ മകനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. ആ താട്ട് വായിക്കും പറയുന്നത്, എബ്രഹാമിനൊരു വാഗ്ദത്തം കിട്ടിയപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉള്ള മക്കൾ, സന്തതികൾ ഉണ്ടാകുന്ന എബ്രഹാം കേട്ടപ്പോൾ എബ്രഹാമിൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറായെ നോക്കിയപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനാകെ വിശ്വസിക്കാൻ പറ്റിയത് ദൈവത്തെ നോക്കിയപ്പോഴാണ്. കാരണം ദൈവത്തിനത് സാധിക്കും എന്നവൻ അറിയാമായിരുന്നു. അപ്പോൾ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്കൊന്നും കാണാനില്ല, എന്നാൽ ദൈവത്തിലേക്ക് നോക്കുമ്പം എല്ലാം സാധിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് എബ്രഹാം അവിടെ കാണുകയാണ്. അപ്പോൾ എബ്രഹാമിൻ്റെ എലമെൻ്റ് അതിനകത്ത് വരുന്നില്ല. എന്നിട്ട് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, 22-ാം വാക്യം തൊട്ട് വായിക്കാമോ? അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. നിങ്ങൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ ഫെയ്ത്ത് ആണ് അവൻ്റെ ആന്തരികമായി അവൻ്റെ സ്വഭാവത്തെ മാറ്റിയത്. നിയമങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നിയമങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പുറമേ നമ്മളെല്ലാം അനുസരിക്കും, പക്ഷെ അകത്തുനിന്ന് നമുക്ക് മാറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നീതി പ്രവൃത്തികൾ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നീതിമാനെ ഉണ്ടാക്കാൻ പറ്റില്ല. നീതിമാൻ ഉണ്ടാകണമെങ്കിൽ അകത്തൊരു ഫെയ്ത്ത് ഉണ്ടാക്കണം. ഈ ഫെയ്ത്ത് എബ്രഹാമിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്രയും വലിയൊരു കൽപ്പന അനുസരിക്കാൻ എബ്രഹാമിന് സാധിച്ചത്. അടുത്ത വാക്യം വെച്ചു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം എന്താണ്? ഇപ്പം മോൻ അത് പറഞ്ഞു, ഇവിടെ വായിച്ചു. അടുത്ത വാക്യം.
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? നീതീകരണം ലഭിക്കുന്നത്. ഓക്കെ, റോമാലേഖനം 10:9 പറയുന്നു, അവൻ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം പറയുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. അപ്പൊ പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതും നീതിയുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ് ആ നീതി? നമുക്ക് നോക്കാം. യേശു ക്രിസ്തു തന്നെ എഴുന്നേറ്റ് പോയതാണോ അതോ പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചതാണോ? എന്താ നിങ്ങൾ പറയുന്നേ? പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നതല്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞില്ലേ, ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയുമെന്നും എൻ്റെ ജീവനെ വെച്ചു കൊടുക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കർത്താവിന് തന്നെ എഴുന്നേറ്റ് പോകാമായിരുന്നു. പക്ഷെ കർത്താവ് പോയില്ല. കർത്താവ് എന്ത് ചെയ്തു? നിലവിളിച്ചു, കരഞ്ഞ് നിലവിളിച്ച് പിതാവിനോട് പറഞ്ഞു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും, അല്ല, തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് അല്ലേ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുനരുത്ഥാനം ചെയ്യിപ്പിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? അവൻ നമുക്കായിട്ട് നിലവിളിച്ച് കരഞ്ഞു അല്ലെ. മഹാപുരോഹിതൻ എന്നുള്ള രീതി കരഞ്ഞ് അങ്ങനെ പിതാവിനെ കൊണ്ട് എഴുന്നേൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ വിശ്വാസത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? ഈ എബ്രായ ലേഖനം 5 മുമ്പുള്ള വാക്യത്തിലും പിന്നിലുള്ള വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 5 7, 8, 9 അതിൻ്റെ 6, 10 പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. അപ്പൊ കർത്താവ് നിലവിളിച്ചതെല്ലാം ഒരു പുരോഹിതനെ പോലെയാണ്. തന്നെ എഴുന്നേറ്റ് പോകാമായിരുന്ന കർത്താവ് തീരുമാനിക്കാൻ അങ്ങനെ പോകുന്നില്ല. കാരണം ആരെല്ലാം എന്നിൽ വിശ്വസിക്കുമോ അവർക്ക് വേണ്ടിയാണ് ഈ യാഗം കഴിക്കുന്നത്. ആ യാഗം പിതാവ് അംഗീകരിക്കണം. പിതാവ് അംഗീകരിച്ചാൽ എന്ത് സംഭവിക്കും? പുത്രനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അപ്പൊ പുത്രനെ പിതാവ് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർത്താവ് ആർക്കെല്ലാം വേണ്ടിയാണോ മരിച്ചിരിക്കുന്നത് അവരെല്ലാം രക്ഷപ്പെട്ടു എന്നല്ലേ? ആണോ? ആ യാഗം എഫക്റ്റീവായി. യാഗം എഫക്റ്റീവായി എന്ന് എങ്ങനെ അറിയാം? പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു. എഴുന്നേറ്റ് പോരെന്ന് പിതാവ് പറയുമ്പോൾ പിതാവ് ആ യാഗം അംഗീകരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അത് പ്രഖ്യാപിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീതി പ്രഖ്യാപിക്കപ്പെടുന്നത്. എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എനിക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചപ്പോൾ പിതാവ് അവൻ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു, ഞാൻ ഈ യാഗം അംഗീകരിച്ചിരിക്കുന്നു. ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും നീതിമാന്മാർ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി ഇത്രയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാം, പോവായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് പ്രത്യാശ അങ്ങ് പിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിക്കാൻ വേണ്ടി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം മതി. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക്. അതുകൊണ്ട് ദൈവം, ഈ 13 മുതൽ വായിക്കാം, പക്ഷെ അത് എബ്രഹാമിന്റെ കഥയാണ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. 17-ാം വാക്യത്തിൽ പറയാണ്, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് കാണിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അപ്പം കർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വാഗ്ദത്തം ലഭിച്ച നമുക്ക് അവന്റെ ആണ കൃത്യമാണ്, അവന്റെ വാഗ്ദത്തം കൃത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അടുത്ത വാക്യം, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ. അപ്പൊ ഇത്ര നേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്താ വെച്ചത്? ഒരു പ്രത്യാശ. പിടിച്ചോ? ആരെങ്കിലും പിടിക്കാൻ പോവാ? പിടിക്കാൻ വേണ്ടി പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിട വരുന്നു. അപ്പം പ്രത്യാശ തരണേ കർത്താവേ, എനിക്ക് പ്രത്യാശ തോന്നുന്നില്ല, ഇത് പിടിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന എല്ലാവരും എന്ത് പ്രാപിക്കുന്നു? ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആണയോടുകൂടി ശക്തമായ ഒരു പ്രബോധനം പ്രാപിക്കുന്നു. ഈ പ്രബോധനത്തിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഓക്കെ, ഈ പ്രബോധനം ആണ് നമ്മുടെ പ്രത്യാശ. അടുത്ത വാക്യം വായിച്ചേ. ആ പ്രത്യാശ ഏത് പ്രത്യാശ? കർത്താവ് ആണയോടുകൂടി നമ്മളോട് പറയുന്ന ഒരു പ്രത്യാശ. നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. നമുക്ക് ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. നങ്കൂരം ആർക്കെങ്കിലും അറിയാമോ എന്താന്ന്? ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നേക്കാൾ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്നത് അല്ലേ. നങ്കൂരത്തിന് ഇംഗ്ലീഷിൽ ആങ്കർ എന്ന് പറയാം. NCHOR, ആങ്കർ.
ആങ്കർ എങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് അറിയാമോ? ഡബ്ല്യു എന്ന് ഉള്ള ലെറ്റർ ഉണ്ടല്ലോ, സ്മോൾ ലെറ്റർ ഡബ്ല്യു. ഓക്കെ, അതിന് നടുക്കുള്ള ഭാഗമുണ്ടല്ലോ, അത് നേരെ ഒരു റോപ്പ് പോലെ സങ്കല്പിച്ചാൽ അത് ഏതാണ്ട് ഒരു ആങ്കർ പോലെ എന്ന് വേണേൽ പറയാം. അത് 2 ഹുക്കുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള വാക്യത്തിൽ എന്താ വായിച്ചത്? ദൈവം നമുക്ക് തരുന്ന ആണയിൽ എന്തുണ്ട്? 2 കാര്യങ്ങളുണ്ട് അല്ലേ? അതൊരു ആങ്കർ പോലെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രാണനിൽ നിന്ന് നേരെ ഒരു ആങ്കർ, ഒരു നങ്കൂരം ഇടുന്നത് പോലെയാണ് ഈ പ്രത്യാശ വരുന്നത്. ആ നങ്കൂരമാണ് നമ്മുടെ വിശ്വാസികളായി, അതായത് നിത്യജീവനിൽ വിശ്വസിക്കുന്നവരായി നിർത്തുന്നത്. ഓക്കെ, ആ നങ്കൂരം എങ്ങോട്ടാ പോകുന്നത് നോക്കി, അടുത്ത വാക്യം. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് പോകുന്നതുമാകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നങ്കൂരം നമ്മുടെ സോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ആത്മാവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആത്മാവിന്റെ നങ്കൂരം എങ്ങോട്ടാ പോകുന്നത്? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക്. നിങ്ങളിവിടെ ഒരു തിരശ്ശീല കണ്ടല്ലോ, അതിനപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? ഇപ്പുറത്തുള്ളതേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണുന്ന ലോകത്തിലേക്കല്ല, കാണാത്ത ലോകത്തിലേക്ക്, നിത്യമായ ലോകത്തിലേക്കാണ് നമ്മുടെ ആ നങ്കൂരം പോകുന്നത്. മനസ്സിലായോ? അടുത്ത വാക്യം. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നമ്മുടെ നങ്കൂരത്തിന്റെ ഈ 2 ഹുക്ക് ആരാ പിടിച്ചേക്കുന്നേ? മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മനസ്സിലാതെ പോയെന്നറിയില്ല. ഈ നങ്കൂരം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ നങ്കൂരത്തിന്റെ 2 ഹുക്കിലും പിടിച്ചിരിക്കുന്ന കർത്താവായ യേശുമിശിഹ ഇൻ വാട്ട് സ്റ്റാറ്റസ് ആസ് മൈ ഹൈ പ്രീസ്റ്റ്, എൻ്റെ മഹാപുരോഹിതൻ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിലാണ് കർത്താവ് ഇത് 2 പിടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്നോട് ഇപ്പോഴും ചോദിക്കാം, ഇതുവരെ ചോദിച്ചില്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ചോദിക്കാത്തായിരിക്കാം. ഈ 2 കാര്യങ്ങൾ എന്താണ് ഈ 2 കാര്യങ്ങൾ? നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കുന്ന, നമുക്ക് ധൈര്യം തരുന്ന, ഈ ലോകത്ത് നിന്ന് നമുക്ക് പോയാലും വിഷമിക്കേണ്ടാത്ത, അല്ലേ? നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പം പറയും സ്വർഗത്തിൽ പോയി കാണുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒരു പ്രത്യാശയില്ല. എന്തിത്? ഇപ്പം ഞാനങ്ങ് മരിച്ചു പോയ എല്ലാവരും പറയും ഇപ്പം സ്വർഗത്തിൽ പോയത്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഈ സാധനം ഇല്ല, ഉറപ്പുമില്ല. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പ്രത്യാശ വരുന്നേ? അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പ്രത്യാശ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ദൈവത്തിന് സ്തോത്രം. ഈ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു മഹാപുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് യാഗം അർപ്പിക്കുക, മറ്റൊന്ന് ഇടിവിൽ നിന്ന് ഈ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുക. ഇത് 2 ആണല്ലോ. ഇനി യേശു ക്രിസ്തു ചെയ്യുന്ന ഈ 2 കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ധൈര്യമായി വരുന്നത്, പ്രത്യാശയുടെ ധൈര്യമായി വരുന്നത് നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 13:11 വായിച്ചേ. 13:11. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്ന സീനൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയ, മൃഗത്തിന്റെ ശരീരം പാളയത്തിന് പുറത്ത് കത്തിച്ചു കളയുന്നു, മൃഗത്തിന്റെ രക്തവുമായി മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ഓക്കെ, അപ്പൊ ശരീരം എവിടെ കഷ്ടം അനുഭവിച്ചു? നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു അല്ലേ? അപ്പൊ രക്തം എവിടെയായിരുന്നു? ഈ മൃഗത്തിന്റെ ഉടൽ വെളിയിൽ അർപ്പിക്കപ്പെടുന്നു, രക്തവുമായി മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരം നഗരവാതിലിന് പുറത്ത് കഷ്ടം സഹിക്കുന്നു. അവന്റെ രക്തം എവിടെ പോയി? എവിടെ അർപ്പിച്ചത്? എബ്രായ ലേഖനം 9:11 വായിച്ചു നോക്കി. എബ്രായ ലേഖനം 9:11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, ഈ കാണുന്ന സൃഷ്ടിയിലുള്ള ഇല്ലാത്തതായി, അതിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പൊ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കർത്താവ് എന്ത് ചെയ്തു? ഈ വലിയ കൂടാരത്തിൽ അവനവന്റെ രക്തം ഒരിക്കലായി അർപ്പിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ഈ UAE-യുമായിട്ട് ബന്ധിപ്പിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ അബുദാബി പോയി നിന്നാലും സൂര്യൻ മുകളിൽ കാണാം, ദുബായിൽ നിന്നാലും സൂര്യൻ മുകളിൽ കാണാം, ഷാർജ നിന്നാലും എവിടെ നിന്നാലും കാണാം അല്ലേ? ശരിയല്ലേ? 12 മണിക്ക് സൂര്യൻ നേരെ മുകളിൽ കാണത്തില്ലേ? നിങ്ങൾ തലയാട്ടിയാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നിത്യതയിൽ അർപ്പിക്കപ്പെടുന്ന രക്തം. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എപ്പം നോക്കിയാലും ഈ രക്തം അർപ്പിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്.
ഇന്നായാലും നാളെ ആയാലും നാളെ കഴിഞ്ഞായാലും മരിക്കുന്നവരെയും എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പിന് വേണ്ടി ആ നിത്യതയിൽ ഒരിക്കലായി ആ രക്തം തളിക്കപ്പെട്ടതുകൊണ്ട് എപ്പം നോക്കിയാലും ഈ കൃപാസനം നമുക്കായി തുറന്നിരിക്കുന്നതും ഏത് സമയത്തും അങ്ങോട്ട് ഓടിച്ചെല്ലാനുള്ളൊരു ധൈര്യവുമാണ് ഈ വാക്യം നമുക്ക് തരുന്നത്. അതായത് ഇന്ന് നമ്മളൊരു പാപം ചെയ്യുമ്പോഴും അതിൻ്റെ പരിഹാരത്തിനായി നേരെ നമുക്ക് എങ്ങോട്ട് കടന്നു ചെന്നാൽ മതി? ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്നാൽ മതി. എബ്രായ ലേഖനം 10:19 പറയുന്ന അവൻ ദേഹമെന്ന തിരശീല കീറി നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ജീവന്റെ പുതുവഴി തന്നിരിക്കുന്നു. ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അപ്പോൾ ഒരു ഹുക്കെന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അത് ഒരു ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ അത് ശുദ്ധീകരിക്കാനുള്ള കഴിവ് ആ രക്തത്തിനുണ്ട്. ഇതാണ് ഒരു ഹുക്ക്. മഹാപുരോഹിതൻ നമുക്ക് തരുന്ന ഒരു ഹുക്ക്. രണ്ടാമതൊരു കാര്യമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ തീരും. ഓക്കെ, മഹാപുരോഹിതൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ എബ്രായ ലേഖനം 7:25 വായിച്ചേ. ഇത്രയും സ്പീഡ് ഞാൻ അടുത്ത കാലത്ത് എങ്ങും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചോ, ഒരു 50% കാര്യങ്ങൾ ദൈവം കേൾക്കും, 50% കേൾക്കില്ല. കാരണം എല്ലാം ഒന്നും ദൈവത്തിന്റെ ഹിതമൊന്നും ആയിരിക്കില്ല. നമുക്ക് അത്രയൊന്നും ബോധമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഹിതമൊന്നും ആയിരിക്കില്ല. അപ്പൊ എല്ലാം ഒന്നും കേൾക്കില്ല. പക്ഷെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിലോ, പിതാവ് എല്ലാം കേൾക്കും, അല്ലേ? കേൾക്കുമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും, മഹാപുരോഹിതൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനോട് എന്ത് ചോദിച്ചാലും പിതാവ് എനിക്ക് തരും, പറഞ്ഞിട്ടില്ലേ? അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിചാരിച്ച, കർത്താവെ ചെയ്സ് എന്ന് പറയുന്ന അവനെ എനിക്ക് സ്വർഗത്തിൽ കാണണം, അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, അവൻ അവിടെ കാണും, നീ അവനെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിച്ച് അവിടെ കൊണ്ടുവരണമെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ കാണുമോ? കർത്താവിനെ പോലും വിശ്വാസമില്ലേ? കർത്താവ് പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് കാണുമോ? അപ്പോൾ രണ്ടാമത്തെ ഹുക്ക് പിടി കിട്ടിയോ? എവിടെ കിട്ടിയോ? ഇനി ഒറ്റ കാര്യം പറയാം, കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇത്ര ആൾക്കാർ എത്ര പേര് നരകത്തിൽ പോകുന്നു, ഇതിനകത്ത് നമ്മൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഞാൻ അതുകൊണ്ട് ഈ 1 മിനിറ്റിനുള്ളിൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ലിസ്റ്റ് നിങ്ങളെ കാണിക്കാം. നിങ്ങളുടെ പേരുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കി ആരുടെ പേര് നോക്കാൻ സമയമില്ല. ഓക്കെ, പെട്ടെന്ന് നോക്കണം. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. അതിനകത്തൊരു പ്രാർത്ഥന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആരുടെയൊക്കെ പേരാണ് പിതാവിൻ്റെ അടുത്ത് പുത്രൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ 9-ാം വാക്യം, 17-9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇല്ലത്രേ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതായത് പിതാവ് പുത്രന് കൊടുത്ത ആൾക്കാർ. അത് എന്താ അങ്ങനെ? അപ്പോൾ നമ്മുടെ കാര്യം വല്ലതും ആയോ? പേരും എല്ലാം കണ്ടോ? ഇല്ലല്ലോ, ഇല്ല. 20-ാം വാക്യം വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആരപേക്ഷിച്ചിട്ടുണ്ട്? ഇത്രയായിട്ടും പ്രത്യാശയായില്ല. അപ്പൊ നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് ആരാ? ഒരു ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞപ്പോൾ, പാസ്റ്ററെ, എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ ആര് പ്രാർത്ഥിച്ചിട്ട് രക്ഷിക്കപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്, യേശു കർത്താവ് തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തോ ഒരു അനുഭവം അത്. നമ്മുടെ പേര് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കർത്താവ് പറയാണ്, ഇവരെല്ലാം ഇങ്ങ് കൊണ്ടുവന്നേക്കാൻ, ഞാൻ അവർക്ക് വേണ്ടി മരിക്കുന്നു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യാൻ പോവാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് സ്വർഗത്തിൽ പോകുന്നു? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെങ്ങനെ കൈവക്കിക്കേ? ഇത് വിടരുത്. എബ്രായ ലേഖനത്തിൽ പറയാണ്, ഈ പ്രത്യാശ മുറുകെ പിടിച്ചോണം. കാരണം ഈ പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ യോഹന്നാൻ 3:2 എന്താ പറഞ്ഞത്? നാം അവനെപ്പോലെ ഇരിക്കുന്നത് കൊണ്ട്, അല്ലേ, അവനെപ്പോലെ നാം അവൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകിയാൽ അവനോട് സദൃശന്മാരാകും. അടുത്ത വാക്യം എന്താ? അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്ന. പ്രത്യാശ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? തന്നെത്താൻ നിർമ്മലീകരിക്കാൻ പറ്റിയില്ല. നിങ്ങളൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കിയത്, എവറസ്റ്റ് ഒക്കെ കയറുന്നവൻ്റെ കയ്യിൽ ഒരു ഹുക്ക് കാണും. അതിങ്ങനെ ഒരൊറ്റ അവരത് അവിടെ കൊളുത്തി പിടിച്ച ശേഷമാണ് ഇതേ പിടിച്ച് കയറുന്നത്. അതേസമയത്ത് എറിഞ്ഞു, കൊണ്ടില്ലെന്ന് വിചാരിച്ചു, അവിടെ എങ്ങും കൊണ്ടില്ല. എന്ത് പറ്റും? നമ്മൾ ചുമ്മാ ചാടുകയല്ലാതെ എങ്ങോട്ടും കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ ഹുക്കായിട്ടില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഈ പാപത്തിൽ നിന്ന് വിടുതലില്ല, വീണ്ടും പഴയ രീതിയിൽ കിടക്കാനുള്ള കാരണം എന്താ? മുകളിൽ ഹുക്ക് പറഞ്ഞു പോകുന്നതാണ്.
ഈ പ്രത്യാശ എന്ന് പറയുന്ന ഹുക്കില്ലാത്തവൻ എത്ര ചാടിയാലും അവിടെ കിടക്കുകയുള്ളൂ. ഈ പഴയകാലത്തെ വിശ്വാസികളും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പ്രത്യാശ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾക്ക് ഈ പ്രത്യാശ കിട്ടിയെങ്കിൽ, പിടിച്ചുകൊള്ളാൻ ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എബ്രഹാം വിശ്വസിച്ചതുപോലെ നമ്മളെ നോക്കാതെ വാഗ്ദത്തങ്ങളെ മാത്രം നോക്കണം. ധൈര്യമായിട്ട് നോക്കിക്കേ. എന്നെ നോക്കുന്നില്ല കർത്താവേ, ഞാൻ നിന്റെ വാഗ്ദത്തങ്ങളെ നോക്കുന്നു. ഞാൻ ഒരിക്കൽ നിന്നെ പോലെ ആകും, എൻ്റെ സ്വഭാവം മാറും, ഞാൻ കർത്താവിനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും. ഇതാണ് കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫെയ്ത്ത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ യാഗത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. നിങ്ങൾ പാപത്തിൽ നിന്ന് വിട്ടോടുവാൻ ധൈര്യമുള്ളവരും ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരുമായിരിക്കുന്നു. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നു, പരസ്പരം പ്രത്യാശ വർദ്ധിക്കുമാർ പ്രത്യാശയുടെ നല്ല സ്വീകാരം മുറുകെ പിടിക്കുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് എവിടെയായി? നങ്കൂരം എങ്ങോട്ട് എറിയുന്നത്? കപ്പലെ നങ്കൂരം കടലിലേക്ക് എറിഞ്ഞാലേ കപ്പൽ നിൽക്കുള്ളൂ. അല്ലാതെ കപ്പലിലേക്ക് തന്നെ എറിഞ്ഞാലോ? കപ്പലിന്റെ കൊടിമരത്തിലായി നങ്കൂരം ഉടക്കുന്നെങ്കിലോ കപ്പൽ അലഞ്ഞു പോവും. നമ്മൾ ഇന്ന് പ്രത്യാശയല്ല എങ്ങോട്ടാ വെച്ചേക്കുന്നത്? നമ്മൾ നന്നാവും എന്നും പറഞ്ഞാൽ കർത്താവ് നന്നാക്കും. അവൻ്റെ വാഗ്ദത്തത്തിലേക്ക് എറിയുമ്പോഴാണ് ഈ പ്രത്യാശയ്ക്ക് ഉറപ്പുള്ള ഒരു നങ്കൂരമായിട്ടത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ പൗരോഹിത്യം, അവൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മളെ കൊടുത്ത് വിശ്വാസത്തിലും പ്രത്യാശയിലും ധൈര്യമുള്ളവരായി മാറിയാൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആ ശുദ്ധീകരണത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് പറ്റും. ആ ഹുക്ക് മുറുകിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുള്ളതല്ലാതെ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറുകയില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രത്യാശയുടെ ഉറപ്പ്, ധൈര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ കർത്താവ് ഞങ്ങളുടെ വിശ്വാസ കപ്പൽ തകരുന്ന രീതിയിൽ ഞങ്ങളുടെ ചുറ്റുമുള്ള സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണുന്നു. എന്നാൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. എബ്രഹാം നോക്കിയതുപോലെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് മാത്രം നോക്കുവാൻ, ആ നിത്യജീവൻ്റെ ഉറപ്പ്, ധൈര്യം മുറുകെ പിടിക്കുവാൻ, ഞങ്ങളെ രക്ഷിച്ച കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനെന്ന് പറയുവാൻ കർത്താവെ ഞങ്ങളുടെ വായകളെ അവിടെ തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആണ്.